ഇവിടെ സ്പെയിനിലില്ല. നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഡിസ്ചാർജ് ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഇസാൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാൻ കഴിയും. കുഞ്ഞ് ജനിച്ചിട്ട് 24 മണിക്കൂറിന് ശേഷമാണെങ്കിൽ. അതുകൊണ്ട് നമ്മൾ അതൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടാട്ടോ വീട്ടിലോട്ട് വന്നത്. വീട്ടിലെത്തിയപ്പോൾ ഇല്ലേ, റൂമൊക്കെ ആണെങ്കിൽ ചേച്ചിയാണെങ്കിൽ ബലൂണൊക്കെ വെച്ച് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ സ്റ്റിച്ചിൻ്റെ ഒക്കെ നല്ല വേദന ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ റെസ്റ്റ് എടുത്തു കേട്ടോ. അതിനിടെ ചില ആൾക്കാരൊക്കെ ഫോൺ വിളിച്ചിട്ടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നേ, പാലൊക്കെ നന്നായി വരുന്നുണ്ടോ എന്നൊക്കെ. സത്യം പറഞ്ഞാലില്ലേ, ഈ കൊച്ചുണ്ടായ പാടിങ്ങനെ ധാരധാരയായി പാലൊന്നും വരില്ല കേട്ടോ. അതൊക്കെ വന്ന് സെറ്റാകാൻ തന്നെ 2-3 ദിവസമെങ്കിലും എടുക്കും. പക്ഷേ ഇല്ല, ആദ്യത്തെ ഡെലിവറി ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ നല്ല ടെൻഷൻ വരുമെന്ന്. ഇനി എനിക്ക് പാലില്ലേ, കുഞ്ഞ് വിശന്നിരിക്കുകയാണോ, ഇനി ഫോർമുല മിൽക്കൊക്കെ വാങ്ങേണ്ടി വരുമോ എന്നൊക്കെ ഞാൻ തന്നെ ചിന്തിച്ചായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇസാനയും കൊണ്ട് പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട വന്നായിരുന്നു. ഇവിടെ ഇല്ലേ, ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും 44 മണിക്കൂറിനുള്ളിൽ കാലിൻ്റെ അടിയിൽ നിന്ന് ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കും കേട്ടോ. അതിനായിരുന്നു കേട്ടോ നമ്മളും പോയത്. പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന മനു ആയിരുന്നു കേട്ടോ. ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാതെ വയ്യ, ഇവിടുത്തെ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ കുഞ്ഞിൻ്റെ കാര്യത്തിന് ചെന്നാലും അമ്മേൻ്റെ കാര്യം കൂടി അവർ ചോദിക്കുന്നേ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, പാൽ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർ ചോദിക്കും. നല്ല കെയർ ആട്ടോ ഇവിടെ ഉള്ളവർക്ക്.